ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് 25-ാമത്തെ സങ്കീർത്തനം എന്ന് ധ്യാനിച്ചാലോ? കർത്താവിൻ്റെ സൗഹൃദത്തെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടുള്ള അഭ്യർത്ഥന, ദൈവത്തിൻ്റെ വിസ്മയകരമായിട്ടുള്ള പ്രവൃത്തികൾ, ക്ലേശങ്ങളിൽ നിന്നുള്ള മോചനം, ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സങ്കീർത്തന ഭാഗമാണ് ഇത്. ഈ സങ്കീർത്തനത്തിൽ ദൈവ ആശ്രയത്തിൽ ജീവിക്കണം എന്നുള്ള വിളിയോടുകൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ. ദൈവസ്തുതികളാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗം. ദൈവത്തെ കാത്തിരിക്കുന്നവൻ ഒരിക്കലും വരില്ല എന്ന് സങ്കീർത്തനം എടുത്തെടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ പാപത്തിന്റെ വഴികളിൽ നിന്ന് നമുക്ക് മാറാനായിട്ടാവും. ദൈവത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും ഏകാന്തത അനുഭവിക്കുന്നില്ല എന്നും തന്മൂലം ദൈവത്തിലേക്ക് തിരിയണമെന്നും സങ്കീർത്തകൻ നമ്മളോട് യാചിക്കുകയാണ്. നമ്മുടെ കഷ്ടങ്ങളും നമ്മുടെ കുറവുകളും ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് യാചിക്കാം. ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് അങ്ങയുടെ സത്യത്തിന്റെ വഴിയിലൂടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവവുമായിട്ടുള്ള സൗഹൃദത്തില് നിരന്തരം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇന്നത്തെ ദിവസം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.